ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മളുടെ മുടി കൊഴിച്ചിൽ മാറാനും തലയിൽ പുതിയ മുടികൾ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്ക് നമുക്കിന്ന് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പാക്കിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് പേരയിലയാണ്. പേരയില നമ്മൾ ഒരുപാട് രീതിയിൽ മുടിയിൽ തേക്കാറുണ്ട്, ടോണർ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പേരയില തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം തലയിൽ നമ്മൾ തേക്കാറുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൻ്റെ ഇല ഏതാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒത്തിരി മൂത്ത ഇല എടുക്കരുത്, എന്നാൽ ഒത്തിരി തളിർത്ത ഇല എടുക്കരുത്. ഇതിൽ നിന്ന് കുറച്ച് ഇല നമുക്ക് പറിച്ചെടുക്കാം. തീരെ തളിരില എടുക്കരുത്, അതിൻ്റെ പുറകോട്ടുള്ള കുറച്ച് ഇല എടുക്കാം. അതായത് ഒത്തിരി മൂക്കാത്ത, നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം ഒരു കട്ടി തോന്നിക്കാത്ത ഇലകൾ വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് പായ്ക്ക് തയ്യാറാക്കുന്നതിന് മുമ്പ് തലയിൽ അത്യാവശ്യം ഡ്രൈ ആണ്. എൻ്റെ മുടി കണ്ടാൽ ഓയിലുള്ള പോലെ തോന്നും, പക്ഷേ നല്ല ഡ്രൈ ആണ്. ഇത് ഈ ചെമ്പരത്തിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മുടിക്ക് നന്നായിട്ട് കറുത്ത നിറമുണ്ട്. അപ്പോൾ ഡ്രൈ ആണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ആ ഒരു രീതിയിൽ മുടി കിടക്കുവാണ്. അപ്പോൾ ഞാൻ എണ്ണ തേക്കുന്നത്, ഞാനിപ്പം പായ്ക്ക് ഇടുന്നതുകൊണ്ട് തന്നെ 2 സ്പൂണ്, ഈ സ്പൂണിൽ 2 സ്പൂൺ എണ്ണയാണ് എടുക്കുന്നത്. പായ്ക്ക് തേക്കുന്ന ദിവസം ഞാൻ ഈ സ്പൂണിന് 2 സ്പൂണ് എണ്ണ എടുക്കാറുണ്ട്. പിന്നെ പായ്ക്ക് തേക്കാത്ത നമ്മൾ നോർമലി ഹെയർ വാഷ് ചെയ്യില്ലേ, ആ സമയത്ത് ഈ സ്പൂണിന് 1 സ്പൂൺ എണ്ണ തേച്ചിട്ടാണ് തല കഴുകുന്നത്. ഡീപ്പ് ഓയിലിങ്ങിൻ്റെ സമയത്ത് 4 സ്പൂൺ എണ്ണ തേക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ എണ്ണ തേക്കുന്നത്. അപ്പോൾ എണ്ണ എടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ എണ്ണ തേച്ചിട്ടുള്ള മുടിയാണിത്. നന്നായിട്ട് എണ്ണയുണ്ട്. എൻ്റെ ഹെയർ വന്നിട്ട് ഭയങ്കര ഡ്രൈ ഹെയറാണ്. എണ്ണ തേച്ചാലും ഇച്ചിരി കഴിയുന്നുണ്ട് എണ്ണ തേച്ചിട്ടില്ലാത്തൊരു ഫീലാണ്. ഇപ്പം പിന്നെ കറുപ്പുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ചെമ്പരത്തിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നല്ല കറുപ്പ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറിച്ചെടുത്ത ഇലയെല്ലാം ഞാനിവിടെ കഴുകാനായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 12 ഇല എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് എത്രയാണെന്ന് വെച്ചാൽ നമ്മളുടെ മുടിയുടെ ടൈപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ ഹെയറിൻ്റെ വോളിയം അനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 2 ഇൻഗ്രീഡിയൻറ്റും കൂടി എടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ചെറുള്ളിയാണ്. ചെറുള്ളി ഒരു 8-9 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതായിരുന്നു 2 എണ്ണം, 8 എണ്ണം നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കുക. ചെറുള്ളി തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഷാമ്പൂ ചെയ്യുമല്ലോ, ഷാമ്പൂ ചെയ്ത് ഒരു 2ാമത്തെ ദിവസം ഈ പാക്ക് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ചെറുള്ളി ആയതുകൊണ്ട് ക്ലീൻ ആയിരിക്കുന്ന സ്കാൽപ്പിലേക്ക് തേക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്താ പറയുക, നമ്മൾ ഷാമ്പൂ ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ചെയ്യുവാണെങ്കിൽ ചുമന്നുള്ളി കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല. കാരണം കൂടുതലെടുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് കാണുമല്ലോ. അപ്പം നമ്മൾ ഷാമ്പൂ ഇടുമ്പം അതങ്ങ് പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുക. അപ്പോൾ ഇവിടെ 3ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് തൈരാണ്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പായ്ക്ക് തയ്യാറാക്കാനായിട്ട് ഇലയെല്ലാം ഒന്ന് പിച്ചിയിടാം. കാരണം അരഞ്ഞ് വരണ്ടേ നന്നായിട്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് മുറിച്ച് മിക്സിക്കകത്ത് ഇടുന്നുണ്ട്, മിക്സിയുടെ ജാറിലിടുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ തൈര് എടുക്കുന്നത് ഞാനിവിടെ ഒരുപാട് ഉപയോഗിക്കുന്നില്ല. തലയിൽ അത്യാവശ്യം ഓയിലുള്ളതുകൊണ്ട് ഒത്തിരി ഉപയോഗിക്കുന്നില്ല. പിന്നെ ഈ ഒരു സ്പൂണിന് ഒരു 3 സ്പൂൺ എടുക്കുകയാണ്. കാരണം ഇതെല്ലാം അരഞ്ഞ് കിട്ടണമല്ലോ. പിന്നെ ഈ പേരയിൽ നമ്മളുടെ മുടി നല്ല ഡ്രൈ ആക്കുന്നതുകൊണ്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൈര് എടുക്കുന്നത്. അപ്പോൾ ഒരു 3 സ്പൂണ് തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേരയില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പേരയിലയ്ക്ക് പകരം നമുക്ക് മുരിങ്ങയില ഉപയോഗിക്കാം. മുരിങ്ങയില ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കറിവേപ്പിലയില്ലേ, അത് ഉപയോഗിക്കാം. ഇവ 3 ഇല്ലെങ്കിൽ തൈരും ഉള്ളിയും മാത്രമാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇത്രയും എടുത്തിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ടേ. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ വേണേലും അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇത് അരിച്ചിട്ടെടുക്കാനായിട്ടായിരിക്കും. കാരണം നമുക്ക് കഴുകി കളയാനായിട്ട് അധികം പ്രയാസം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ നമുക്കൊരു തുണി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ പാക്കിൽ ഫുൾ എസൻസ് നമുക്ക് പിഴിഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ അരിപ്പയിലാകുമ്പോൾ അത് നല്ല പ്രയാസമായിരിക്കും. അതുകൊണ്ട് തുണിയാകുമ്പോൾ നമുക്കിങ്ങനെ കിഴി പോലെ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തുണിയിൽ അരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ചല്ലേ ഉള്ളൂ. അപ്പം അരിപ്പയിലൊക്കെ അരിച്ചാൽ തീരെ കിട്ടാണ്ടാവും. അതുകൊണ്ട് തന്നെ തുണിയിൽ നമുക്കിത് അരിച്ചെടുക്കാം. തുണിയിലായതുകൊണ്ട് തന്നെ നന്നായിട്ടത് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും വാട്ടർ ഫോം ആണല്ലോ. കാരണം നമ്മൾ കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തൊന്നും ചേർത്തില്ല. അപ്പോൾ
പായ്ക്ക് ഇങ്ങനെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫുള്ള് വെള്ളവും പോകുന്നു. ഇതാണ് അതിൻ്റെ വേസ്റ്റ്. കാരണം നമ്മളൊന്ന് ഓർത്തേക്ക് ഇത്രയും സാധനം നമ്മൾ അരിക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ നമ്മളുടെ സ്കാൽപ്പിൽ ഇരിക്കും. അത് കഴുകി കളയാനായിട്ട് നല്ല പാടാണ്. അതുകൊണ്ടാണ് അരിച്ചെടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ പായ്ക്ക് ഇതായി റെഡി ആയിട്ടുണ്ട്. നല്ല വാട്ടർ ഫോം തന്നെയാണ്, കാരണം എല്ലാത്തിൻ്റെയും നീരാണല്ലോ. പിന്നെ തൈരും, അതുകൊണ്ട് നല്ല വാട്ടർ ഫോമാണ്. ഈ ഒരു പായ്ക്ക് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാം. ഉള്ളി ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഷാമ്പു ഇട്ട് 2ാമത്തെ ദിവസവും ഷാമ്പുവിന് മുന്നേ 2ാമത്തെ ദിവസവും നമുക്കിത് തലയിൽ തേക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് തേക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് കോട്ടനാണ് എടുത്തേക്കുന്നത്. ഇത് ഡിപ്പ് ചെയ്ത് നമ്മളുടെ തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാൻ പറ്റും. ഉള്ളിനീരായതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് പിടിക്കണമല്ലോ. അപ്പോൾ സ്പ്രേ ബോട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇട്ടിട്ട് ഒന്നുകൂടെ മസാജ് ചെയ്യേണ്ടി വരും. പഞ്ഞിയാവുമ്പോൾ നമ്മളത് തേക്കുമ്പോൾ ചെറിയൊരു മസാജും കൂടെ കൊടുത്തിട്ട് തേക്കാനായിട്ട് പറ്റും. അങ്ങനെ മുടി ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ട് ഓരോ സൈഡിലായിട്ട് വകുപ്പെടുത്ത് സ്കാൽപ്പിൽ നന്നായിട്ട് ആ പഞ്ഞി വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. നെറ്റി കയറൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആ നെറ്റിയുടെ ആ ഒരു മുടി പൊഴിഞ്ഞു പോയ ഭാഗമുണ്ടല്ലോ, അവിടെയൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിത് സ്കാൽപ്പിൽ മാത്രം തേച്ചാൽ മതി, മുടിയിൽ തേക്കണമെന്ന് നിർബന്ധമില്ല. കാരണം മുടിയിൽ തേക്കാനുള്ളത് കിട്ടൂല, അതാണ്. അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക. പിന്നെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് തലയിൽ നീരിറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. എന്നിട്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. മുടി കൊഴിച്ചിൽ മാറാനും മുടി കിളിർക്കാനും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.